ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ നാളത്തെ പരീക്ഷയായിട്ടുള്ള ഉദ്ഗ്രഥനത്തിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആദ്യത്തേത് ഒന്ന് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒന്ന് കളറിംഗ് ആണ്, പിന്നെ വായിക്കാം എഴുതാം, സംഭാഷണം, ഡയറി, ജലസ്രോതസ്സുകളെ കുറിച്ച്, പിന്നെ മാന്ത്രിക പേപ്പർ, അതൊരു പരീക്ഷണമാണ്. ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം അവിടെ തന്നിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം, ഒരു പ്രവർത്തനം പോലും ചെയ്യാതിരിക്കരുത്, സ്കിപ്പ് ചെയ്യരുത്, എല്ലാം ചെയ്യണം. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നോക്കാം. മോഡൽ ചോദ്യ പേപ്പർ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്ന് ഞാൻ പറയുന്നില്ല, മോഡലാണേ. ആദ്യത്തെ പ്രവർത്തനം വരുന്നത് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നിറം നൽകൂ, കളറി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിറം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം എല്ലാത്തിലേക്കും യോജിക്കുന്ന നിറം കൊടുക്കണം. അതായത് മലകൾക്ക് പച്ച നിറം കൊടുക്കുക, മേഘത്തിന് നിങ്ങൾക്ക് നീല നിറം കൊടുക്കാം, മരങ്ങൾക്ക് പച്ച നിറം കൊടുക്കാം, മരത്തിന്റെ തടിക്ക് കാപ്പി നിറം കൊടുക്കാം, പൂമ്പാറ്റയ്ക്ക് പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ വർണ്ണശബളമായിട്ടുള്ള രീതിയിൽ പല നിറങ്ങൾ കൊടുക്കാം, പൂക്കൾക്ക് പല നിറങ്ങൾ, മഞ്ഞയോ ചുവപ്പോ നിലയോ കൊടുക്കാം, ഇലകൾക്ക് പച്ച നിറം കൊടുക്കാം. ഓക്കെ, അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യോജിച്ച നിറം തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം. കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലെത്തി. നേരം വൈകി, വേഗം കുടിച്ചോളൂ. പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇത് കണ്ട മിന്നാമിനുങ്ങ് അവരോട് പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം. എന്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. കഥ വായിച്ചല്ലോ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം എ, ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? ആരാണ്? മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിലല്ലേ അവർ വീട്ടിലേക്ക് പോയത്. മിന്നാമിനുങ്ങാണ് സഹായിച്ചത്. ചോദ്യം ബി, നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? അവർ കരയാൻ തുടങ്ങി. അവർ പേടിച്ച് കരയാൻ തുടങ്ങി. ചോദ്യം സി, വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? കുഞ്ഞു പൂമ്പാറ്റകളാണ് പറഞ്ഞത്. അമ്മയോടാണ് പറഞ്ഞത് കുഞ്ഞു പൂമ്പാറ്റകൾ. ചോദ്യം ഡി, എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിലാണ് കുഞ്ഞു പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ എന്നെഴുതിയാൽ മതി. ചോദ്യം ഇ, താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. മഴക്കാലം, പൂന്തോട്ടം, മിന്നാമിനുങ്ങിന്റെ സഹായം, തളിരിലകൾ. മിന്നാമിനുങ്ങിന്റെ സഹായം, അതാണല്ലേ കൂടുതൽ അനുയോജ്യമായിട്ടുള്ള തലക്കെട്ട്. പ്രവർത്തനം 2, സംഭാഷണം. പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? സംഭാഷണം എഴുതുക. മിന്നാമിനുങ്ങ്, എന്താ കരയുന്നത്? കുഞ്ഞു പൂമ്പാറ്റ, നേരമേറെ വൈകി, ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി കാണുന്നില്ല. മിന്നാമിനുങ്ങ്, അത്രയുള്ളൂ, പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. കുഞ്ഞു പൂമ്പാറ്റ, എങ്ങനെ? മിന്നാമിനുങ്ങ്, ഞാൻ നിങ്ങൾക്ക് വെളിച്ചം കാണിച്ചു തരാം. ആ വെളിച്ചത്തിൽ വീട്ടിലേക്ക് പോയിക്കോളൂ. കുഞ്ഞു പൂമ്പാറ്റ, വളരെ നന്ദി. പ്രവർത്തനം 3, ഡയറി എഴുതാം. അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുൻപ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവൾ എന്തായിരിക്കും എഴുതിയത്? ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ ദിവസവും തീയതിയും എഴുതാൻ മറക്കരുത് കേട്ടോ. ദിവസം, തീയതി എഴുതുക. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. മക്കൾക്ക് നല്ല വിശപ്പായിരുന്നു. മഴ കഴിഞ്ഞ് കുറച്ചു സമയം കാത്തു നിന്നിട്ടാണ് തേൻ കിട്ടിയത്. അപ്പോഴേക്കും നേരം വളരെ ഇരുട്ടിയിരുന്നു. തിരികെ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾക്ക് വഴി മനസ്സിലാവുന്നില്ലായിരുന്നു. ആ സമയം പൂന്തോട്ടത്തിലുള്ള ഒരു മിന്നാമിനുങ്ങ് ഞങ്ങളെ സഹായിച്ചു. അവളുടെ വെളിച്ചത്തിലാണ് ഞങ്ങൾ തിരികെ വീട്ടിലെത്തിയത്. അവൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കുഞ്ഞു പൂമ്പാറ്റകളെയും കൊണ്ട് ഇരുട്ടിൽ അലയേണ്ടി വന്നേനെ. പ്രവർത്തനം 4, ജലസ്രോതസ്. കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ എന്റെ താമസ സ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയി. താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ്സാണ്? ഏതാണ് മക്കളെ? കുളം. കുളമാണല്ലേ കാണുന്നത്. ഇതിലെ ചോദ്യം ബി, താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക. നമുക്ക് താഴെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? മഴവില്ല്, കാറ്റ്, തോട്, മിന്നൽ, ആമ്പൽ, പുഴ, കടൽ, കാട്, തടാകം, മരം, കിണർ.
ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ജലസ്രോതസ് എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ആദ്യത്തേത് കിണർ. കിണർ ഒരു ജലസ്രോതസ്സാണ്. പിന്നെ മഴവില്ലല്ല, കാറ്റല്ല, തോടുണ്ട്, തോട് ജലസ്രോതസ്സാണ്. മിന്നലില്ല, ആമ്പലില്ല. പുഴ, പുഴ ഒരു ജലസ്രോതസ്സാണ്. കടൽ, കടൽ ഒരു ജലസ്രോതസ്സാണ്. കാട് ജലസ്രോതസ്സല്ല. തടാകം, തടാകം ഒരു ജലസ്രോതസ്സാണ്. മരം ഒരു ജലസ്രോതസ്സല്ല. ഇതിലെ ചോദ്യം സി, നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. നിങ്ങൾക്ക് കുളം, കിണർ, തോട്, തടാകം, കടൽ ഏതിനെ കുറിച്ച് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാനിവിടെ കുളത്തെ കുറിച്ചാണ് എഴുതുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് കുളം. കുളത്തിൽ നിറയെ മീനുകൾ ഉണ്ടാവും. നീലാമ്പലുകളും പായലുകളും നീർക്കോലുകളും എല്ലാം കുളത്തിൽ കാണാം. കുളക്കോഴി, കൊക്ക്, ആമ, തവള തുടങ്ങിയ ജീവികൾ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരാറുണ്ട്. പ്രവർത്തനം 5, മാന്ത്രിക പേപ്പർ. ക്ലാസ്സിൽ ചെയ്ത പരീക്ഷണം കണ്ടല്ലോ, പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിലെ ടീച്ചർ ഒരു പരീക്ഷണം ചെയ്തു തരും. ഇതിൽ കാണിച്ചിട്ടുള്ള പരീക്ഷണം തന്നെ ആവില്ല നിങ്ങൾക്ക് ചെയ്തു തരുന്നത്, ടീച്ചർ ചെയ്തു തരും. ആ പരീക്ഷണത്തിന്റെ പേര് നിങ്ങൾക്ക് എഴുതാം. എന്താണോ പരീക്ഷണം ചെയ്യുന്നത് ആ പരീക്ഷണത്തിന്റെ പേര് എഴുതുക. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് ആവശ്യമായ സാധനങ്ങൾ എന്നുള്ളിടത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എഴുതുക. പരീക്ഷണം ചെയ്യുന്ന വിധം, ടീച്ചർ എങ്ങനെയാണോ നിങ്ങൾക്ക് പരീക്ഷണം ചെയ്ത് കാണിക്കുന്നത് അത് എഴുതുക. എൻ്റെ കണ്ടെത്തൽ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അത് എഴുതുക. ഓക്കെ, അപ്പം ചില പരീക്ഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ജലത്തിൽ മുങ്ങിക്കിടക്കുന്നതും പൊങ്ങിക്കിടക്കുന്നതും ഒക്കെ, അതിന്റെ പരീക്ഷണം കുറിപ്പ് നമ്മൾ ഓൾറെഡി നമ്മളുടെ വർക്ക് ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പോവുക. എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊന്ന് നോക്കി പോവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു ചോദ്യപേപ്പറുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്